ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ? അപ്പോൾ ഇന്ന് വന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ ബേക്കറിലൊക്കെ കാണുന്ന ചുവപ്പ് കളറിലുള്ള ലഡു ഇല്ലേ, ഗുജറാത്ത് ലഡു, മോട്ടിച്ചോർ ലഡു, അങ്ങനെയൊക്കെ പേരുള്ള ആ ഒരു നല്ല സൂപ്പർ ടേസ്റ്റുള്ള ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി, കപ്പൊന്നും ഇല്ലെങ്കിൽ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഒരു 3/4 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് വേണം നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ. നന്നായിട്ട് കട്ടിയായിട്ട് വരാനും പാടില്ല, നല്ല ലൂസായിട്ടിരിക്കാനും പാടില്ല. ഇതിൽ ഞാൻ 1/4 ടീസ്പൂണോളം ഉപ്പും പിന്നെ കുറച്ച് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണൊക്കെ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ. ഒരുപാടങ്ങ് ലൂസായി പോയാലും നമ്മൾ ബൂന്തി ഉണ്ടാക്കുന്ന സമയത്ത് തീരെ റെഡിയായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒരുപാട് കട്ടിയായിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു കയ്യിലാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചെറിയ ഹോളുള്ള കയ്യിലാണ് എടുത്തത്. ഇത് ശരിക്കും ബൂന്തി ഉണ്ടാക്കുന്ന ഒരു സ്പൂൺ തന്നെയാണ്. ഇങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അരിപ്പ കോരി ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിലും. അതെടുത്തിട്ട് നമ്മൾ ബൂന്തി ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ചെറുതായിട്ട്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ നടുവിൽ ഇങ്ങനെ നിന്നിട്ട് അത് കട്ട പിടിച്ച പോലെ ഉണ്ടാകും. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല ബോളായിട്ട് തന്നെ കിട്ടും. എണ്ണേൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. എന്തായാലും ചെറിയൊരു ക്രിസ്പിനെസ് നമ്മളെ ഈ ബൂന്തിക്ക് വേണം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ ലഡു ഉണ്ടാക്കുമ്പോൾ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡൊക്കെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് ക്രിസ്പിയോട് കൂടിയിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. ഇപ്പം ഞാൻ എല്ലാ ബൂന്തി ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രിസ്പിനെസ് ഉണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു പാനിലോട്ട് ഞാൻ 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ ഷുഗർ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. അതിലോട്ട് 1 ടീസ്പൂണ് നാരങ്ങാനീരും പിന്നെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കിയിട്ട് വെച്ച ബൂന്തിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഈ ഷുഗർ സിറപ്പ് ഇതിൽ നല്ലോണം പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ വറ്റി വരണം. ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബൂന്തി. നമ്മൾ ക്രിസ്പിയോടെ ഇരുന്ന ബൂന്തി ഇപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 30 മിനിറ്റ്. എന്തായാലും കുറച്ച് സമയം നമ്മളിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിൽ 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴാണ് ഈ ലഡുവിന് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിൽ 1 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുക്കുംബർ സീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നന്നായിട്ടുണ്ടാകും. പിന്നെ ബദാം ഉണ്ടെങ്കിൽ അതും സ്ലൈസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ ലഡുവിൻ്റെ ആ ഒരു എല്ലാവർക്കും അറിയാമല്ലോ, ആ ഒരു ഷേപ്പ് ബോളായിട്ടുള്ളത്. പിന്നെ നാരങ്ങ വലിപ്പത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ലഡുവും ഞാൻ ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം നാളെയൊക്കെ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറേ പൈസയൊക്കെ കൊടുത്തിട്ടില്ല വാങ്ങാം. അപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാമല്ലോ. കുട്ടികൾക്കൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുറേ പണിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ സോഫ്റ്റായിട്ടുണ്ടാവും. നമ്മൾ സാധാ ലഡു പോലെ കുറച്ച് ഹാർഡായിട്ടുള്ള ഉണ്ടാവുക, നല്ല ജ്യൂസി ആയിട്ടാണ് ഈ ലഡു ഉണ്ടാവുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.